നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ലക്കിടിയെ ഭീതിയിലാഴ്ത്തി പോലീസ് മാവോയിസ്റ്റ് ഏറ്റുമുട്ടൽ നടന്നത് ലക്കിടി സ്വകാര്യ റിസോർട്ടിൽ. വെടിവയ്പിൽ മാവോയിസ്റ്റ് നേതാവ് ജലീൽ കൊല്ലപ്പെട്ടു. വ്യാജ ഏറ്റുമുട്ടലിലാണ് ജലീലിനെ കൊലപ്പെടുത്തിയതെന്ന് സഹോദരൻ റഷീദ്. സർവേ നടപടികൾ പൂർത്തിയായില്ല. മാനന്തവാടി കൈതക്കൽ റോഡ് പ്രവൃത്തികൾ നീളുന്നു. സർവേ നടപടികൾ ഉടൻ പൂർത്തീകരിച്ച് സ്ഥലം വിട്ടു നൽകണമെന്ന ആവശ്യം. വടക്കനാട് കൊമ്പനെ പിടികൂടാൻ നടപടികൾ ആരംഭിച്ചു. മുത്തങ്ങയിലെ 3 ആനകൾ കൊമ്പനെ പിടികൂടാൻ വേണ്ട പരിശീലനത്തിൽ. കേരളത്തിലെ സർക്കാർ ITIകൾ രാജ്യാന്തര നിലവാരത്തിൽ ഉയർത്താനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചതായി മന്ത്രി TP രാമകൃഷ്ണൻ. വെള്ളമുണ്ടയിൽ പുതുതായി തുടങ്ങിയ ITI മന്ത്രി ഉദ്ഘാടനം ചെയ്തു. കൽപ്പറ്റ നഗരസഭയിലെ കുടിവെള്ള പദ്ധതി ഭരണസമിതി അട്ടിമറിക്കുകയാണെന്ന് UDF കൗൺസിലർമാർ. അഴിമതി ആരോപണങ്ങളുണ്ടെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അന്വേഷിക്കുകയാണ് വേണ്ടതെന്നും കൗൺസിലർമാർ. കൽപ്പറ്റ നഗരസഭയിലെ കുടിവെള്ള പ്രശ്നത്തിൽ പ്രതിഷേധിച്ച് UDF കൗൺസിലർമാർ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചു. 2 ദിവസത്തിനുള്ളിൽ പ്രശ്നത്തിന് പരിഹാരമെന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ. വിശദമായ വാർത്തകളിലേക്ക്. ലക്കിടിയെ മുൾമുനയിൽ നിർത്തി പോലീസ് മാവോയിസ്റ്റ് ഏറ്റുമുട്ടൽ. ലക്കിടി ദേശീയപാതയിലെ സ്വകാര്യ റിസോർട്ടിൽ വെച്ചായിരുന്നു ഏറ്റുമുട്ടലുണ്ടായത്. ഇന്നലെ രാത്രി 8:30 തുടങ്ങിയ വെടിവെപ്പ് അവസാനിച്ചത് ഇന്ന് പുലർച്ചെ 4:30. വെടിവെപ്പിൽ മാവോയിസ്റ്റ് നേതാവ് മഞ്ചേരി പാണ്ടിക്കാട് സ്വദേശി CP ജലീൽ കൊല്ലപ്പെട്ടു. വൈത്തിരി ലക്കിടിയിൽ സ്വകാര്യ റിസോർട്ടിന് സമീപം മാവോവാദികളും തണ്ടർബോൾട്ടും തമ്മിൽ ബുധനാഴ്ച രാത്രി ആരംഭിച്ച വെടിവെപ്പ് പുലർച്ചെ 4:30 വരെ നീണ്ടു. അവസാനമായി വെടിവെച്ച് കേട്ടത് 4:30 നാട്ടുകാർ പറയുന്നത്. ഞങ്ങളിവിടെ ആനശല്യം ഉണ്ട് നല്ലോണം. ഇന്നലെ ഞാൻ ടൗണിൽ നിന്ന് വരുമ്പോൾ ആന റോഡ് സൈഡിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ആന വരുമ്പോഴാണ് പടക്കം പൊട്ടിക്കൽ. അപ്പോൾ ആ ഒരു ധാരണയിൽ ഭക്ഷണം കഴിച്ച് ഇങ്ങനെ വീട്ടിലിരുന്ന് പിന്നെയാണ് പുറമേ നിന്ന് വിളി വരുന്നത്. പല സ്ഥലത്തുനിന്ന് ഇങ്ങനെ നിങ്ങളെ വീട്ടിൻ്റെ അടുത്തെന്തോ മാവോയിസ്റ്റിൻ്റെ. അപ്പോൾ ഞാൻ വീട്ടിലെ പുറത്തെ ലൈറ്റൊക്കെ ഓഫാക്കി. പിന്നെ ഞാൻ പറഞ്ഞിങ്ങനെ ലൈറ്റ് ഇട്ട് വെക്കുക. അപ്പോൾ ബൈക്കും ഞാനും മക്കളൊന്നുമില്ല. അപ്പോൾ ഇവിടെ ആ ഹോട്ടലിൻ്റെ അടുത്തൊക്കെ വന്നിട്ട് ലൈറ്റൊക്കെ ഓഫാക്കിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിലെ ലൈറ്റ് നമ്മളൊന്നും പിന്നെ അവർക്കൊരു ബുദ്ധിമുട്ട് റോട്ടുമ്മലേക്ക് വേണ്ട. ഈ പ്രദേശത്ത് മുൻപും ഇത്തരം ഒരാഴ്ച 2 ആഴ്ച മുന്നേ പ്രിയദർശിനി കോളനി വന്നിട്ടുണ്ടെന്ന് അവർക്ക്. വെടിവെപ്പിൽ മാവോയിസ്റ്റ് നേതാവ് CP ജലീൽ കൊല്ലപ്പെട്ടു. പുലർച്ചെയോടെ ലക്കിടിയിലേക്ക് കൂടുതൽ പോലീസ് സംഘമെത്തി. കണ്ണൂർ റേഞ്ച് IGയും വയനാട്ടിലെത്തി. ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. കണ്ണൂർ റേഞ്ച് IGയും യോഗത്തിൽ പങ്കെടുത്തു. ഏറ്റുമുട്ടലിൽ പോലീസുകാർക്കാർക്കും പരിക്കില്ല. ആദ്യം മാവോവാദികളാണ് വെടിയുതിർത്തത്. നിലവിൽ ആരും പോലീസിന്റെ കസ്റ്റഡിയിലില്ലെന്നും IG ബൽറാം ഉപാധ്യായ പറഞ്ഞു. നിലവിൽ 30ഓളം വരുന്ന തണ്ടർബോൾട്ട് സംഘം ഇപ്പോഴും കാട്ടിൽ തുടരുകയാണ്. റിസോർട്ടിലുള്ളവരോട് പണം ആവശ്യപ്പെട്ടെത്തിയ മാവോവാദി സംഘത്തിൽ ആയുധധാരികളായ 5 പേരുണ്ടായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. റിസോർട്ടിന് സമീപത്ത് തന്നെയാണ് CP ജലീലിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. സംഘം സമീപത്തെ കാട്ടിലേക്ക് ഓടി ഒളിക്കുന്നതിനിടയിലാണ് വെടിയേറ്റത്. മറ്റുള്ളവർക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. പ്രദേശം പൂർണ്ണമായും പോലീസ് വലയത്തിലാണ്. ബുധനാഴ്ച രാത്രി മാവോവാദികൾ എത്തുന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസും തണ്ടർബോൾട്ടും പ്രദേശത്ത് ക്യാമ്പ് ചെയ്തിരുന്നു. രാത്രി 9 മണിയോടെ റിസോർട്ടിന് സമീപത്ത് മാവോവാദികൾ എത്തുകയും റിസോർട്ടിലുള്ളവരോട് പണം ആവശ്യപ്പെടുകയുമാണ് ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത്. തുടർന്നായിരുന്നു ഏറ്റുമുട്ടൽ. തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. നിലവിൽ ഗതാഗതം സാധാരണ നിലയിലാണ്. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ മുമ്പും സായുധരായ മാവോവാദികളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു. വൈത്തിരി, സുഗന്ധഗിരി, അമ്പ തുടങ്ങിയ പ്രദേശങ്ങളിൽ ദിവസങ്ങൾക്ക് മുമ്പേ മാവോവാദികൾ എത്തിയതായി പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. കൊല്ലപ്പെട്ട CP ജലീലിന്റെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. വയനാട് വിഷൻ, വൈത്തിരി. വ്യാജ ഏറ്റുമുട്ടലിലാണ് ജലീലിനെ കൊലപ്പെടുത്തിയതെന്ന് സഹോദരൻ റഷീദ്. സംഭവത്തിൽ മജിസ്ട്രേറ്റിയൽ തലത്തിൽ അന്വേഷണം വേണമെന്നും റഷീദ്. ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റ് നേതാവ് വേൽമുരുകന് പരിക്കേറ്റുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം. പക്ഷേ ഇയാളെ എവിടെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല. വേൽമുരുകന്റെ മരണത്തിനു വേണ്ടിയാണ് പോലീസും സർക്കാരും കാത്തിരിക്കുന്നതെന്നും റഷീദ്. വൈത്തിരിയിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് CP ജലീലിന്റെ മരണത്തിൽ ദുരൂഹതയെന്ന സഹോദരനും മനുഷ്യാവകാശ പ്രവർത്തകനുമായ CP റഷീദ്.
റിസോർട്ടിനുള്ളിൽ വെള്ളം ചാടുന്നതിന് ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കിയ കല്ലിനടിയിൽ കമഴ്ത്തിക്കിടത്തിയ നിലയിലാണ് ജലീലിനെ കണ്ടത്. അവിടെയുടെയായി വെടികൊണ്ട് തെറിച്ചതെന്ന് തോന്നിക്കുന്ന രീതിയിൽ രക്തത്തുള്ളികളുണ്ട്. CP ജലീലിനെ മറ്റെവിടെ നിന്നെങ്കിലും പിടിച്ച റിസോർട്ടുകാരുമായി ചേർന്ന് കൊലപ്പെടുത്തിയതാകാമെന്ന് സംശയിക്കുന്നതായും റഷീദ് പറഞ്ഞു. തലയുടെ ഈ ഭാഗത്ത് പരിക്കുണ്ട്, കയ്യിൽ പരിക്കുണ്ട്, ബാക്കിലെ അവസ്ഥ ഉണ്ടായിട്ടില്ല. മരത്തിൽ കിടത്തിയ അവസ്ഥയിലാണ് ഞാൻ കണ്ടത്. കിടക്കുന്നതിൻ്റെ കുറേ ഭാഗത്ത് വെടിയേറ്റിട്ടുള്ള പാടുണ്ട്. പുറത്തുനിന്ന് വെടിവെച്ചു, പുറത്തേക്കല്ല, ഇവിടെ നമുക്ക് വെടിവെച്ചു. ഏതാണ്ട് 4-5 പൊടിഞ്ഞ പാടുകൾ സിമെന്റിൽ കാണുന്നുണ്ട്. അത്രയും ഫോട്ടോ കൊടുക്കാനൊന്നും അനുവദിച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് ദുരൂഹത ഉണ്ടെന്ന് പറയുന്നത് കാരണം ഒരു മരണത്തിൻ്റെ പുറത്തുണ്ടായ വൈകാരികമായ വേവലാതിയുടെ പുറത്തല്ല ഞാൻ പറയുന്നത്. തീർച്ചയായും മാവോയിസ്റ്റുകൾ ഒരു കാട്ടിനകത്ത് ഒളിച്ച് താമസിക്കുന്നതുകൊണ്ട് തന്നെ കാടിൻ്റെ നിറവുമായി ബന്ധപ്പെട്ട ഒരു ഒലിവ് പച്ച യൂണിഫോമാണ് ഇന്ത്യയിലെ CPM മാവോയിസ്റ്റ് എന്ന് പറയുന്ന പ്രസ്ഥാനം അതിൻ്റെ എല്ലാ സ്കൂളുകളിലും ഇന്ത്യയിൽ എല്ലായിടത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ജലീലിനെ പോലെ ഒരാൾ കാട്ടിൻ്റെ അകത്ത് തൊട്ടടുത്ത് ഒരു റിസോർട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞത് വളരെ വളരെ ഡാർക്കായിട്ടുള്ള, അതായത് വളരെ ദൂരെ നിന്ന് തന്നെ ആളുകൾക്ക് കാണാവുന്ന ഒരു ഡാർക്കായിട്ടുള്ള നീല ഷർട്ടിട്ട് വരുമെന്ന് പറയുന്നത് ഒട്ടും വിശ്വാസയോഗ്യമായ ഒരു സൈനിക ശാസ്ത്രപരമായ നിയമത്തിൻ്റെ കോണിൽ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടും വിശ്വാസയോഗ്യമായ ഒരു കാര്യമേ അല്ല. രാവിലെ വരെ വെടിവെപ്പ് നടന്നുവെന്നത് അവിശ്വസനീയമാണ്. 24 മണിക്കൂർ വെടിവെപ്പ് തുടരണമെങ്കിൽ എത്രത്തോളം വെടിയുണ്ട വേണ്ടിവരും? തണ്ടർബോൾട്ട് പോലീസിനോ സൈന്യത്തിനോ പോലും നിർത്താതെ വെടിവെക്കാൻ മാത്രം ഉണ്ടയുണ്ടാകില്ലെന്നും റഷീദ് പറയുന്നു. മണിക്കൂറോളം നിൽക്കാതെ വെടിവെപ്പ് ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ എക്സ്ചേഞ്ച് നടന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ വെടിവെക്കാൻ മാവോയിസ്റ്റുകൾക്ക് നിരന്തരം ഇങ്ങനെ തോക്കിലേക്ക് കൊണ്ടെത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന എന്ത് കപ്പാസിറ്റി ഫോഴ്സാണ് അപ്പുറത്ത് വരെ. ജലീലിന്റെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട കലക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും റഷീദ് പറഞ്ഞു. സാധാരണ പരിക്കുപറ്റിയാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ജലീലിനെ അവിടെ കിടന്ന് മരിക്കാൻ പോലീസ് വിട്ടു നൽകുകയായിരുന്നുവെന്നും റഷീദ് ആരോപിച്ചു. 2015 മുതൽ ജലീൽ നാട്ടിലില്ലെന്നും റഷീദ് വ്യക്തമാക്കുന്നു. ഇന്നലെ രാത്രി 8 മണിയോടെയാണ് മാവോയിസ്റ്റുകളും തണ്ടർബോൾട്ടും വൈത്തിരിയിൽ ഏറ്റുമുട്ടിയത്. വൈത്തിരി കോഴിക്കോട് റോഡിലെ ഉപവൻ റിസോർട്ടിൽ ഭക്ഷണവും പണവും ആവശ്യപ്പെട്ടാണ് മാവോയിസ്റ്റുകൾ എത്തിയതെന്ന് പോലീസ് പറയുന്നു. 10 പേർക്കുള്ള ഭക്ഷണമാണ് ആവശ്യപ്പെട്ടത്. ഇതിനിടെ റിസോർട്ട് അധികൃതർ പോലീസിനെയും തണ്ടർബോൾട്ടിനെയും വിളിച്ചു വരുത്തുകയായിരുന്നു. മാവോയിസ്റ്റുകളാണ് ആദ്യം വെടിയുതിർത്തതെന്നാണ് പോലീസ് പറയുന്നത്. തിരിച്ചു വെടിവെച്ചപ്പോൾ മാവോയിസ്റ്റുകൾ ചിതറിയോടിയെന്നും ഇതിനിടയിലാണ് ജലീലിനെ വെടികൊണ്ടതെന്നുമാണ് പോലീസ് ഭാഷ്യം. കമിഴ്ന്നു കിടക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പാണ്ടിക്കാട് സ്വദേശിയായ ജലീൽ മാവോയിസ്റ്റ് ഗ്രൂപ്പിലെ കബനീദളം അംഗമാണ്. അനുപൂർഗീസ്, വയനാട് വിഷൻ, കൽപ്പറ്റ. സർവേ നടപടികൾ പൂർത്തിയായില്ല. മാനന്തവാടി കൈതക്കൽ റോഡ് പ്രവൃത്തികൾ അനിശ്ചിതമായി നീളുന്നു. കിഫ്ബി ധനസഹായത്തോടെ 45.5 കോടി രൂപ ചിലവഴിച്ച 10 കിലോമീറ്ററിലധികം ദൂരമുള്ള റോഡാണ് 12 മീറ്റർ വീതിയിൽ പൂർണ്ണമായും നവീകരിക്കുന്നത്. സർവേ നടപടികൾ ഉടൻ പൂർത്തീകരിച്ച് സ്ഥലം വിട്ടു നൽകണമെന്നാണ് ആവശ്യമുയരുന്നത്. കിഫ്ബി ധനസഹായത്തോടെ 45.5 കോടി രൂപ ചെലവഴിച്ച 10.415 കിലോമീറ്റർ ദൂരമുള്ള റോഡാണ് 12 മീറ്റർ വീതിയിൽ പൂർണ്ണമായും നവീകരിക്കുന്നത്. കരാറുകാരനുമായി എഗ്രിമെന്റ് വെക്കുമ്പോൾ തന്നെ വീതി കൂട്ടുന്നതിന് ആവശ്യമായ സ്ഥലം പൊതുമരാമത്ത് വകുപ്പ് വിട്ടു നൽകണം. ജനുവരിയിൽ എഗ്രിമെന്റ് വെക്കുകയും പ്രവൃത്തികൾ ആരംഭിക്കുകയും ചെയ്തെങ്കിലും നാളിതുവരെയായി 1500 മീറ്റർ മാത്രമാണ് വിട്ടു നൽകിയത്. 7 മീറ്റർ വീതിയിൽ BMBCയിലാണ് പ്രവൃത്തികൾ നടത്തുന്നത്. കൂടാതെ ആദ്യത്തെ 3 കിലോമീറ്ററിൽ ഡ്രൈനേജ്, ഇന്റർലോക്ക് ഫുട്പാത്ത്, കേബിൾ ഡബ്ബുകൾ, പുതുതായി 8 കൽവർട്ടുകൾ, നിലവിലുള്ള കൽവർട്ടുകൾ വീതി കൂട്ടൽ, ആവശ്യമായ സ്ഥലങ്ങളിൽ സൈഡ് ഭിത്തിയും ഡ്രൈനേജും, ബസ് ബേ, 75ഓളം തെരുവുവിളക്കുകൾ എന്നിവയെല്ലാമാണ് പ്രവൃത്തികളിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. എന്നാൽ സ്ഥലം വിട്ടു നൽകാത്തതുകൊണ്ട് വള്ളിയൂർക്കാവ് അമ്പല പരിസരത്ത് മാത്രമാണ് പ്രവൃത്തികൾ നടക്കുന്നത്. പ്രവൃത്തികൾക്ക് ആവശ്യമായ നിർമ്മാണ സാമഗ്രികൾ എല്ലാം തന്നെ എത്തിച്ചിട്ടുണ്ടെങ്കിലും പ്രവൃത്തികൾ ഇഴഞ്ഞു നീങ്ങുകയാണ്. കരാറുകാർ തങ്ങളുടേതായ രീതിയിൽ സർവേ നടത്തി പ്രവൃത്തികൾ നടത്തേണ്ട സ്ഥലങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പൊതുമരാമത്ത് വകുപ്പ് സർവേ നടത്തി ഔദ്യോഗികമായി സ്ഥലം അടയാളപ്പെടുത്തി നൽകാത്തതാണ് പ്രവൃത്തികൾക്ക് തടസ്സമാകുന്നത്. 2019 ജനുവരിയിൽ ആരംഭിച്ച 2021 ജനുവരിയിൽ പ്രവൃത്തികൾ പൂർത്തീകരിക്കണമെന്നാണ് ഷെഡ്യൂളിലുള്ളത്. എന്നാൽ 2.5 മാസം പിന്നിട്ടിട്ടും സ്ഥലം വിട്ടുകൊടുക്കൽ പോലും പൂർത്തീകരിക്കാത്ത സാഹചര്യത്തിൽ പ്രവൃത്തികൾ അനിശ്ചിതമായി നീണ്ടേക്കാം. കാലവർഷം കൂടി ആരംഭിക്കുന്നതോടെ പ്രവൃത്തികൾ നിർത്തിവെക്കേണ്ടി വരും. കരാറുകാരൻ്റേതല്ലാത്ത കാരണങ്ങളാൽ പ്രവൃത്തികൾ വൈകിയാൽ കരാറുകാരന് നഷ്ടപരിഹാരവും നൽകേണ്ടി വരും. സർവേ നടപടികൾ ഉടൻ പൂർത്തീകരിച്ച് സ്ഥലം വിട്ടു നൽകണമെന്നാണ് ആവശ്യമുയരുന്നത്. മാനന്തവാടി നിയോജക മണ്ഡലത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡായി മാറേണ്ട കൈതക്കൽ വെള്ളിയൂർക്കാവ് മാനന്തവാടി റോഡ് 45.5 കോടി രൂപ ആ റോഡിന് കിഫ്ബി ഫണ്ട് അനുവദിച്ചതായി അറിയാനും
പ്രവൃത്തികൾ തുടങ്ങിയതായി നമുക്ക് കാണാൻ സാധിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ ഡിപ്പാർട്ട്മെൻറ്റ് പ്രസ്തുത റോഡിൻ്റെ അനുവദിക്കപ്പെടേണ്ട തുകയ്ക്ക് അനുസൃതമായി നടക്കേണ്ട നിർമ്മാണ പ്രവൃത്തികൾക്ക് കണക്കായി സർവേ നടപടികൾ പൂർത്തിയാക്കി കരാറുകാരനോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർക്കോ അനുവദിച്ചു കൊടുക്കാത്തതിൻ്റെ പേരിലാണ് കൈതക്കൽ റോഡ് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തു തന്നെയായാലും ഔദ്യോഗിക തലത്തിൽ കൃത്യമായൊരു ഇടപെടൽ നടത്തി സമയബന്ധിതമായി മാനന്തവാടിയിലെ സുപ്രധാന റോഡിന് കൊടുക്കേണ്ട പരിഗണന കൊടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇപ്പോൾ നിലനിൽക്കുന്ന അനിശ്ചിതത്വം മാറ്റി. ഷമീർ, വയനാട് വിഷൻ, മാനന്തവാടി. വടക്കനാട് കൊമ്പനെ പിടികൂടി കൂട്ടിലടയ്ക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി മുത്തങ്ങയിലെ 3 ആനകൾ പരിശീലനം തുടങ്ങി. സൂര്യൻ, പ്രമുഖ, കോടനാട് നീലകണ്ഠൻ എന്നീ ആനകളാണ് പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കുങ്കിയാനകളെ കിട്ടാത്ത സാഹചര്യത്തിലാണ് മുത്തങ്ങയിലെ ആനകളെ ഉപയോഗിച്ച് തന്നെ കൊമ്പനെ തളയ്ക്കാൻ വനംവകുപ്പ് ശ്രമം നടത്തുന്നത്. വടക്കനാട് കർഷക ജനതയുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി മാറിയ വടക്കനാട് കൊമ്പനെ തളയ്ക്കാനുള്ള ശ്രമങ്ങൾ വനംവകുപ്പ് ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി മുത്തങ്ങയിലെ 3 ആനകൾക്ക് പരിശീലനം ആരംഭിച്ചു. കൊമ്പനെ മയക്കുവെടി വെച്ച് വാഹനത്തിൽ കയറ്റാനും പിന്നീട് ആനക്കൊട്ടിലിൽ കയറ്റാനും പരിശീലനം ലഭിച്ച കുങ്കിയാനകളുടെ സഹായം അത്യാവശ്യമാണ്. എന്നാൽ ഇതിനായി കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ കുങ്കിയാനകൾക്കായി സമീപിച്ചെങ്കിലും നടന്നില്ല. മുത്തങ്ങയിലെ ആനകൾക്ക് മസ്ത് ആയതിനാൽ ഇവയും ഉപയോഗിക്കാൻ സാധിക്കാതെ വനംവകുപ്പ് പ്രതിസന്ധിയിലായിരിക്കുന്നു. തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് ഡോക്ടർ പരിശോധിച്ച് മസ്ത് മാറിയ പന്തിയിലെ സൂര്യൻ, പ്രമുഖ, കോട്ടനാട് നീലകണ്ഠൻ എന്നിവരെ ആനയെ പിടികൂടുന്നതിന് ഉപയോഗിക്കാൻ തീരുമാനിച്ചത്. തുടർന്നാണ് ഇവർക്ക് പരിശീലനം നൽകൽ ആരംഭിച്ചതും. കൊമ്പനെ മയക്കുവെടി വെച്ച് വാഹനത്തിൽ കയറ്റാനുള്ള സൗകര്യം കൂടി റെഡിയാക്കി അടുത്ത ദിവസത്തിനുള്ളിൽ തന്നെ വടക്കനാട് കൊമ്പനെ പിടികൂടുന്നതിനുള്ള ദൗത്യം ആരംഭിക്കുമെന്ന് വൈൽഡ് ലൈഫ് വാർഡൻ NT സാജൻ പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ ആനകളൊക്കെ പരിശോധിച്ചപ്പോൾ അതിന് മതപ്പാടമൊക്കെ ഏകദേശം മാറിയിട്ടുണ്ട്. ഡോക്ടർ അത് പരിശോധിച്ചിട്ടുണ്ട്, ആനകളെ പരിശോധിച്ചിട്ടുണ്ട്, സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആനകൾ, ഈ പരിശീലനം ലഭിച്ച കുങ്കിയാനകൾ നീലകണ്ഠൻ, സൂര്യ, ഈയിടെ പരിശീലനം കിട്ടിയ 2 ആനകൾ, അതുപോലെ നമ്മുടെ പ്രമുഖ എന്ന് പറയുന്ന നമ്മുടെ മുംബൈയുള്ള കർണാടകയിൽ നിന്ന് ലഭിച്ച പ്രമുഖ എന്ന് പറയുന്ന ആന, ഇതെല്ലാം മതപ്പാട് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് അവരിപ്പോൾ ഒരു പൊതുവായിട്ട് പരിശീലന കേന്ദ്രത്തിൽ ഒരു കോർഡിനേഷൻ നടത്തുന്ന രീതിയിലേക്കുള്ള ഡ്രില്ലുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും അവരെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ദൗത്യം പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് നമ്മളിപ്പോൾ ഏറ്റവും അവസാനമായി വിലയിരുത്തിയിട്ടുള്ളത്. അതേസമയം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വടക്കനാട് കൊമ്പൻ കൃഷിയിടത്തിൽ ഇറങ്ങിയിട്ടില്ലെന്നും കാട്ടിൽ തന്നെയാണ് ഉള്ളതെന്നും വനംവകുപ്പ് ജീവനക്കാർ പറഞ്ഞു. കൊമ്പൻ കാട്ടിലിറങ്ങാനുള്ള സാഹചര്യമുണ്ടായാൽ തുരത്തി ഓടിക്കുകയാണെന്നും അധികൃതർ വ്യക്തമാക്കി. വയനാട് വിഷൻ, ബത്തേരി. കേരളത്തിലെ സർക്കാർ ITIകൾ രാജ്യാന്തര നിലവാരത്തിൽ ഉയർത്താനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചതായി സംസ്ഥാന തൊഴിൽ നൈപുണ്യ വകുപ്പ് മന്ത്രി TP രാമകൃഷ്ണൻ. വെള്ളമുണ്ടയിൽ പുതുതായി പ്രവർത്തനം ആരംഭിക്കുന്ന ITI ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ 12 ITIകളെ ഇതിനായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. മുഴുവൻ ITIകളും ഉന്നത പഠന നിലവാരം ഉറപ്പുവരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ MLA OR കേളു അധ്യക്ഷത വഹിച്ചു. കെട്ടിട നിർമ്മാണത്തിനായി MLAയുടെ ഫണ്ടിൽ നിന്നും വരും വർഷങ്ങളിൽ 2 കോടി രൂപ നൽകുമെന്നും മന്ത്രി അറിയിച്ചു. കേരളത്തിൽ 12 ITI ഉന്നത നിലവാരത്തിലേക്ക് എത്തിക്കുന്നതിന് തീരുമാനിക്കുകയും അതിൻ്റെ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ആവശ്യമായ ഫണ്ടും അനുവദിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് ITIയിൽ നിന്ന് സെലക്ട് ചെയ്ത 57 വിദ്യാർത്ഥികളെയാണ് ഈ തവണ സിംഗപ്പൂർ ITIയിൽ അയച്ചത്. അവിടെ പോയിട്ട് അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥിതി എന്താണെന്ന് നേരിട്ട് അനുഭവപ്പെട്ട് പഠിക്കാൻ അതിനുള്ള സൗകര്യം ഗവൺമെന്റ് ചെലവിലാണ്, വിദ്യാർത്ഥികളുടെ ചെലവിലല്ല, രക്ഷിതാക്കളുടെ ചെലവിൽ, സർക്കാർ ചെലവിലാണ് ഈ സൗകര്യങ്ങളെല്ലാം. കൽപ്പറ്റ നഗരസഭയിലെ കുടിവെള്ള പദ്ധതി ഭരണസമിതി അട്ടിമറിക്കുകയാണെന്ന് UDF പാർലമെന്ററി പാർട്ടി ലീഡർ PP ആലി, കൗൺസിലർമാരായ AP ഹമീദ്, TJ ഐസക് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. UPA സർക്കാരിന്റെ കാലത്ത് 2007 LDF ഭരണസമിതി കൽപ്പറ്റ നഗരസഭ ഭരിക്കുമ്പോഴാണ് 31 കോടി രൂപ കുടിവെള്ള പദ്ധതിക്കായി നീക്കിവെച്ചത്. കുടിവെള്ളം പ്രാവർത്തികമായതോടെ പൈപ്പ് പൊട്ടുമ്പോൾ മാത്രം UDFനെ കുറ്റം പറയുന്ന സമീപനമാണ് ഇപ്പോഴത്തെ ഭരണസമിതി സ്വീകരിച്ചു വരുന്നത്. അഴിമതി ആരോപണങ്ങളുണ്ടെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അന്വേഷിക്കുകയാണ് വേണ്ടത്. അതിനെ UDF എല്ലാ തരത്തിലും സ്വാഗതം ചെയ്യും. കുടിവെള്ള പദ്ധതി ഇപ്പോഴത്തെ ഭരണസമിതി അട്ടിമറിക്കുകയാണെന്നും ഇവർ കുറ്റപ്പെടുത്തി. 2 ദിവസത്തിനുള്ളിൽ കുടിവെള്ള പ്രശ്നം പരിഹാരം ഉണ്ടാക്കും എന്നൊക്കെ കൗൺസിൽ യോഗത്തിൽ അവർ പറയുകയാണ് ഉണ്ടായത്. ഞങ്ങൾ പറഞ്ഞു, അപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ പ്രൊജക്റ്റുമായും
വാട്ടർ അതോറിറ്റിയുമായൊക്കെ ബന്ധപ്പെട്ടപ്പോഴും ഇത് താമസം വരുന്ന ഘട്ടം വന്നപ്പോൾ ഇന്ന് വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് UDFിൻ്റെ കൗൺസിലർമാർ മാർച്ച് നടത്തുകയും അവിടെ ഏരിയയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ഘെരാവ് ചെയ്തു. ആ ഉപരോധ സമരത്തിൻ്റെ ഭാഗമായി ഇന്ന് വളരെ അടിയന്തരമായി 2 ദിവസത്തിൻ്റെ ഉള്ളിൽ ഈ വിഷയം പരിഹരിക്കാനുള്ള നടപടി ഉണ്ടാകുമെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുള്ള ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ സമരം ഞങ്ങൾ പിൻവലിച്ചത്. കൽപ്പറ്റയിലെ കുടിവെള്ള പ്രശ്നം UDF കൗൺസിലർമാർ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചു. 2 ദിവസത്തിനുള്ളിൽ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഉറപ്പിനെ തുടർന്നാണ് ഉപരോധം അവസാനിപ്പിച്ചത്. ഉപരോധ സമരം നഗരസഭാ പ്രതിപക്ഷ നേതാവ് PP ആലി ഉദ്ഘാടനം ചെയ്തു. AP ഹമീദ്, TJ ഐസക്, അജിത തുടങ്ങിയവർ സംസാരിച്ചു. നഗരസഭാ ഭരണാധികാരികളോ തയ്യാറായില്ല. ഞങ്ങൾ പറഞ്ഞു കൽപ്പറ്റ നഗരസഭയിലെ ആയിരക്കണക്കിന് ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടുന്നില്ല. ഈ ഭരണസമിതി നോക്കൂത്തിയായിരിക്കുകയാണ്. വാട്ടർ അതോറിറ്റിക്കെതിരായി രാഷ്ട്രീയം മറന്നുകൊണ്ട് കൗൺസിലർമാർ ഒന്നിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് ഈ കുടിവെള്ളം ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ഭരണസമിതിയും നല്ല രീതിയിൽ പോകുന്ന കുടിവെള്ള പദ്ധതി അട്ടിമറിക്കുന്നു. ഈ ആങ്കർ ബ്ലോക്ക് പ്രോപ്പറായിട്ട് നമ്മൾ കൊടുത്തിരുന്നു. വെള്ളാരംകുന്നവർക്ക് വെള്ളം കൊടുക്കുമ്പോൾ അത്ര ഹെഡാണ്. നമ്മുടെ ഈ കൂടുതലായിട്ടായി നിന്ന് വെള്ളാരംകുന്ന് ഹെഡ് കൊടുക്കുമ്പോഴാണ് ഈ പ്രശ്നം. പിന്നെ വെള്ളാരംകുന്ന് ഇഷ്യൂ കൂടെ ഞാൻ പറഞ്ഞുതരാം. അവിടെ ആകെ 5-10 കണക്ഷനേ ഉള്ളൂ. ആയിരിക്കും മനസ്സിലാക്കാം. 5-10 കണക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും നേരം എല്ലാ ടൗണൊക്കെ ഒഴിവാക്കിയിട്ട് വെള്ളാരംകുന്നിന് വെള്ളം കൊടുക്കുന്നത്. ആരോഗ്യമേഖലയ്ക്കും പ്രളയം തകർത്ത കാർഷിക മേഖലയെ പുനർജീവിപ്പിക്കാനും ഊന്നൽ നൽകി മുട്ടിൽ ഗ്രാമപഞ്ചായത്ത് 2019-20 ബജറ്റ് 23,64,21,575 രൂപ വരവും 22,69,31,478 രൂപ ചിലവും വരുന്ന ബജറ്റാണ് മുട്ടിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീജ സെബാസ്റ്റ്യൻ അവതരിപ്പിച്ചത്. വിദ്യാഭ്യാസം, സംസ്കാരം, കലാകായികം, യുവജനക്ഷേമം നിർബന്ധിത വകയിലായ സർവശിക്ഷാ അഭിയാൻ ബന്ധത്തിൽ 25 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വാങ്ങുന്നതിനായി 4 ലക്ഷം രൂപയും വകയിരുത്തി. ST വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനായി കുട, ബാഗ്, പ്രഭാത ഭക്ഷണം, കലാപരിശീലനം, കായിക പരിശീലനം എന്നിവയ്ക്കായി 12 ലക്ഷം രൂപ വകയിരുത്തി. നിർമ്മാണം തുടങ്ങി 4 വർഷം പിന്നിട്ടിട്ടും ജലനിധി പദ്ധതി പൂർത്തിയായില്ല. വെള്ളമുണ്ട പഞ്ചായത്തിലെ 600ഓളം കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്ന മഴുവന്നൂർ പദ്ധതിയാണ് അനന്തമായി നീളുന്നത്. ഏറ്റവും ഒടുവിലായി റോഡരികിൽ മുറിച്ചിട്ട മരങ്ങൾ നീക്കാൻ നടപടിയില്ലാത്തതാണ് പൈപ്പ് ലൈൻ പണി പൂർത്തിയാക്കി പദ്ധതി കമ്മീഷൻ ചെയ്യുന്നത് വൈകാൻ കാരണമാകുന്നത്. കക്കടവ് പുഴയിൽ നിന്നും വെള്ളം ശേഖരിച്ച് മഴുവന്നൂർ കുന്നിലെ ടാങ്കിലെത്തിച്ച് പഞ്ചായത്തിലെ 600ഓളം കുടുംബങ്ങളിൽ വെള്ളമെത്തിക്കുന്ന പദ്ധതിയുടെ പ്രവൃത്തികൾ ആരംഭിച്ചിട്ട് 4 വർഷമായി. ഗുണഭോക്തൃ വിഹിതമടച്ച് വീട്ടുമുറ്റത്തിരിക്കുന്ന പൈപ്പുകളിൽ വെള്ളം എത്തുന്നതും കാത്തിരിക്കുകയാണ് ആദിവാസികൾ ഉൾപ്പെടെയുള്ള നിരവധി കുടുംബങ്ങൾ. എന്നാൽ പൊതുമരാമത്ത് വകുപ്പിന്റെ അനാസ്ഥ കാരണം പൈപ്പിംഗ് ജോലികൾ പൂർത്തിയാക്കാനാവാത്ത നിസ്സഹായ അവസ്ഥയിലാണ് കരാറുകാർ. തരുവണ മക്കിയാട് റോഡരികിൽ 3 മാസം മുമ്പ് മുറിച്ചിട്ട മരങ്ങൾ നീക്കം ചെയ്യാത്തതാണ് പണി പൂർത്തിയാവാൻ തടസ്സമായി ചൂണ്ടിക്കാണിക്കുന്നത്. 3 മാസം മുമ്പ് മുറിച്ചിട്ട മരങ്ങളാണ് ഈ റോഡ് സൈഡിൽ കിടക്കുന്നത്. ഇത് നീക്കാത്തതുകൊണ്ട് ഇപ്പോൾ വരൾച്ചയ്ക്ക് വേണ്ടി ജലനിധിയുടെ പൈപ്പ് ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടിലാണുള്ളത്. ഇവിടെ ഒരുപാട് കുടുംബങ്ങൾ വെള്ളം കിട്ടാതെ ഇപ്പോൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ഉടനടി നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മരം മുറിച്ചു നീക്കാൻ ടെൻഡർ വിളിച്ചെത്തുന്നയാൾ യഥാസമയം മരം മുറിക്കാനോ മുറിച്ചവ നീക്കം ചെയ്യാനോ തയ്യാറാവുന്നില്ലെന്നാണ് പരാതി. ഇത് സംബന്ധിച്ച് പലതവണ നോട്ടീസ് നൽകിയതായി പറയപ്പെടുന്നുണ്ടെങ്കിലും നിയമ നടപടികളെടുക്കാൻ അധികൃതർ തയ്യാറാവുന്നില്ല. റോഡിനോട് ചേർന്ന് വൻമരങ്ങൾ കൂട്ടിയിട്ടത് കാരണം പലപ്പോഴും അപകടങ്ങൾക്കും കാരണമാവുന്നുണ്ട്. കനത്ത വരൾച്ചയ്ക്ക് മുമ്പായി പൈപ്പിംഗ് പൂർത്തിയാക്കി ജലവിതരണം ആരംഭിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾക്കൊരുങ്ങുകയാണ് നാട്ടുകാർ. വയനാട് വിഷൻ, വെള്ളമുണ്ട. കുപ്പാടി മരം ഡിപ്പോയിൽ തേക്ക് തടി ലേലം പോയത് റെക്കോർഡ് തുകയ്ക്ക്. 11 മീറ്റർ നീളവും 3 മീറ്റർ വണ്ണവുമുള്ള തേക്ക് തടിക്ക് ലേലം വഴി 31 ലക്ഷം രൂപയാണ് സർക്കാരിലേക്ക് ലഭിച്ചത്. 2.5 നൂറ്റാണ്ട് പ്രായമുള്ള തേക്ക് നൂൽപ്പുഴ വില്ലേജിൽ നിന്നുമാണ് കുപ്പാടി ഡിപ്പോയിലെത്തിച്ചത്. കുപ്പാടി ഡിപ്പോയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും വലിയ തുകയ്ക്ക് ഒരു തേക്ക് തടി ലേലം പോയത്. 4 മണിക്കൂർ നീണ്ടുനിന്ന ലേലം വിളി വഴി 31 ലക്ഷം രൂപയ്ക്കാണ് സർക്കാരിലേക്ക് ഈ തടി കൊണ്ടുപോകാൻ കഴിഞ്ഞത്. 31 മീറ്റർ നീളവും 3 മീറ്റർ വണ്ണവുമുള്ള തേക്ക് തടിയാണ് റെക്കോർഡ് തുകയ്ക്ക് ലേലം പോയത്. സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു കഷ്ണം തേക്ക് തടിക്ക് ഇത്രയും കൂടിയ തുക ലഭിക്കുന്നതെന്ന്
വനം വകുപ്പ് അധികൃതർ പറയുന്നത്. 250 വർഷം പഴക്കമുള്ള ഈ തേക്കുതടി നൂൽപ്പുഴ വില്ലേജിൽ നിന്നുമാണ് ഡിപ്പോയിലെത്തിച്ചത്. തൃശൂർ താജ് ടിപ്പർ ട്രേഡേഴ്സ് ആണ് തേക്ക് ലേലം കൊണ്ടത്. ഡിപ്പോയില് 5-ാം തീയതി നടന്ന ലേലത്തിൽ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സിംഗിൾ പീസ് തേക്ക് തടിക്ക് 30 ലക്ഷം ഗവൺമെൻറ്റിലേക്ക് റവന്യൂട്ട് ലഭിച്ചിരിക്കുകയാണ്. ഈ ഒരു സിംഗിൾ പീസിൻ്റെ നീളം എന്ന് പറയുന്നത് 10.93 മീറ്റർ നീളവും പിന്നെ 2.97 മീറ്റർ മധ്യവണ്ണമുണ്ട്. അതിൻ്റെ മൊത്തം വോളിയം പറയുകയാണെങ്കിൽ 6.037 അത്രയ്ക്കും m³ ആണ് അതിൻ്റെ വോളിയം. വയനാട് വിഷൻ, ബത്തേരി. വെള്ളമുണ്ട അയ്യപ്പ വിഷ്ണു ക്ഷേത്ര പ്രതിഷ്ഠാദിന മഹോത്സവം കൊടിയിറങ്ങി. കഴിഞ്ഞ 6 ദിവസമായി നടന്നുവന്ന മഹോത്സവത്തിനാണ് ഇന്ന് രാവിലെ കൊടിയിറങ്ങിയത്. ഉത്സവത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും വിശേഷാൽ പൂജകളും അന്നദാനവും പായസദാനവും ആധ്യാത്മിക പ്രഭാഷണങ്ങളും ഉണ്ടായിരുന്നു. ഉത്സവത്തിന്റെ ഭാഗമായി പ്രാദേശിക കലാകാരന്മാരുടെ കലാസന്ധ്യയും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ താലപ്പൊലി ഘോഷയാത്രയും ക്ഷേത്രത്തിൽ നടന്നു. ക്ഷേത്രം തന്ത്രി കമ്മന കുഞ്ഞികൃഷ്ണൻ എമ്പ്രാന്തിരിയുടെയും ക്ഷേത്രം മേൽശാന്തി ശ്രീധരൻ നമ്പൂതിരിയുടെയും അഞ്ചുകുന്ന് കൃഷ്ണൻ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ മാനന്തവാടി പഴശ്ശി പാർക്കിൽ DTPCയുടെ സഹകരണത്തോടെ പ്രവർത്തനം ആരംഭിച്ച മിനി കഫേയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ VR പ്രവീജ് നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാരദ സജീവൻ അധ്യക്ഷത വഹിച്ചു. അയൽക്കൂട്ടങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട്. അത്തരത്തിലുള്ള കുടുംബശ്രീ പ്രസ്ഥാനത്തെ സംരക്ഷിക്കുന്ന നിലപാടും സംരക്ഷിക്കുന്ന രീതിയിലേക്കുമുള്ള പ്രവർത്തനമാണ് നഗരസഭ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ ഒരു ക്യാൻറ്റീൻ അതിൻ്റെ പ്രവർത്തനം ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. ചെറിയൊരു ആശങ്കയുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട കുടുംബശ്രീ അയൽക്കൂട്ട ഭാരവാഹികൾക്ക്. എന്താണെങ്കിലും നമ്മുടെ ഈ പഴശ്ശി പാർക്കിൻ്റെ പ്രവർത്തനങ്ങൾ അതിന് 2ാം ഘട്ട പ്രവർത്തനങ്ങൾ 10-ാം തീയതി ആരംഭിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെയുള്ള പ്രവർത്തനങ്ങൾ രാത്രി കാലങ്ങളിലേക്കും അതിൻ്റെ പ്രവർത്തനം ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ആശങ്കയും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവേണ്ട എന്നാണ് എനിക്ക് ഈ വേളയിൽ സൂചിപ്പിക്കാനുള്ളത്. അന്തരിച്ച മുൻ കോൺഗ്രസ് നേതാവ് G. കാർത്തികേയൻ അനുസ്മരണം കൽപ്പറ്റ ടൗൺ ഹാളിൽ കേരള പ്രദേശ് കോൺഗ്രസ് ക്യാമ്പയിൻ ചെയർമാൻ K. മുരളീധരൻ MLA ഉദ്ഘാടനം ചെയ്തു. DCC പ്രസിഡന്റ് IC ബാലകൃഷ്ണൻ MLA അധ്യക്ഷത വഹിച്ചു. GK ഫൗണ്ടേഷൻ വയനാട് ജില്ലാ കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. PK ജയലക്ഷ്മി, KL പൗലോസ്, PP ആലി, KK അബ്രഹാം, VA മജീദ് തുടങ്ങിയവർ സംസാരിച്ചു. പക്ഷെ ഞാൻ പൊതുയോഗത്തിൽ സംസാരിക്കുമ്പോൾ ആ പൊതുയോഗത്തിലെ ആളുകൾ മാത്രമേ കാണൂ. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലാകും, ആ പൊതുയോഗത്തിലെ ആളുകളുടെ റിയാക്ഷൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാകും. ഇപ്പൊ പാർട്ടിയുടെ നയം രൂപീകരിക്കുമ്പോൾ ആ നയത്തിനോടുള്ള പൊതുജനങ്ങളുടെ റിയാക്ഷൻ നമ്മുടെ മറ്റൊരു മാത്രം ഒത്തിരിക്കില്ലല്ലോ. ഞാൻ പറഞ്ഞു ഈ കാര്യത്തിൽ ഞാനൊരു പഴഞ്ചനാണ്. സോഷ്യൽ മീഡിയ വേണം, ഞാൻ വേണ്ടാന്ന് പറയുന്നില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ അവരുടെ റിയാക്ഷൻ എന്താണെന്നായിരുന്നു. ഇപ്പൊ മുമ്പ് ഞാൻ ഈ കാര്യം 90 ജില്ലാ കൗൺസിൽ ഇലക്ഷനാണ്. EMS സദാം ഹുസൈന്റെ കാര്യങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചപ്പോ നമ്മൾ തമാശയായിട്ട് കണ്ടു. അതിനെ കളിയാക്കി പല യോഗങ്ങളും നിസ്സംഗ ഭാവം കണ്ടപ്പോഴാണ് എന്തോ പന്തികേട്ട് നമുക്ക് തോന്നിയത്. വോട്ട് വന്നാൽ എന്തായി? EMS പോലും പറഞ്ഞത് മലപ്പുറം വയനാട് ഒഴികെ എല്ലാ ജില്ലകളിലും ഞങ്ങൾ ജയിക്കുന്നു. EMS പറഞ്ഞ വയനാട് പോലും നമ്മൾ ജയിച്ചില്ല. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. ലക്കിടിയെ ഭീതിയിലാഴ്ത്തി പോലീസ് മാവോയിസ്റ്റ് ഏറ്റുമുട്ടൽ നടന്നത് ലക്കിടി സ്വകാര്യ റിസോർട്ടിൽ. വെടിവയ്പിൽ മാവോയിസ്റ്റ് നേതാവ് ജലീൽ കൊല്ലപ്പെട്ടു. വ്യാജ ഏറ്റുമുട്ടലിലാണ് ജലീലിനെ കൊലപ്പെടുത്തിയതെന്ന് സഹോദരൻ റഷീദ്. സർവേ നടപടികൾ പൂർത്തിയായില്ല. മാനന്തവാടി കൈതക്കൽ റോഡ് പ്രവൃത്തികൾ നീളുന്നു. സർവേ നടപടികൾ ഉടൻ പൂർത്തീകരിച്ച് സ്ഥലം വിട്ടു നൽകണമെന്ന ആവശ്യം. വടക്കനാട് കൊമ്പനെ പിടികൂടാൻ നടപടികൾ ആരംഭിച്ചു. മുത്തങ്ങയിലെ 3 ആനകൾ കൊമ്പനെ പിടികൂടാൻ വേണ്ട പരിശീലനത്തിൽ. കേരളത്തിലെ സർക്കാർ ITIകൾ രാജ്യാന്തര നിലവാരത്തിൽ ഉയർത്താനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചതായി മന്ത്രി TP രാമകൃഷ്ണൻ.
വെള്ളമുണ്ടയിൽ പുതുതായി തുടങ്ങിയ ITI മന്ത്രി ഉദ്ഘാടനം ചെയ്തു. കൽപ്പറ്റ നഗരസഭയിലെ കുടിവെള്ള പദ്ധതി ഭരണസമിതി അട്ടിമറിക്കുകയാണെന്ന് UDF കൗൺസിലർമാർ. അഴിമതി ആരോപണങ്ങളുണ്ടെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അന്വേഷിക്കുകയാണ് വേണ്ടതെന്നും കൗൺസിലർമാർ. കൽപ്പറ്റ നഗരസഭയിലെ കുടിവെള്ള പ്രശ്നത്തിൽ പ്രതിഷേധിച്ച് UDF കൗൺസിലർമാർ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചു. 2 ദിവസത്തിനുള്ളിൽ പ്രശ്നത്തിന് പരിഹാരമെന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.